പെസഹ എന്ന വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് നമ്മളോടൊപ്പം പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണി ഇവர்கள் നമ്മുടെ മധ്യയിൽ കടന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. പെസഹ എന്ന ഒരു വിശേഷമായ ഒരു ഉത്സവം, യഹൂദന്മാരുടെ ഒരു ഉത്സവമാണ് പെസഹ എന്നത്. ഈ പെസഹ എന്നുള്ളത് നമ്മുടെ രാജ്യത്തും അതുപോലെ ക്രിസ്തീയ ലോകങ്ങളിലും എല്ലാവരും അത് ആഘോഷിക്കാറുണ്ട്. ഈ പെസഹ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ കുറിച്ചൊന്ന് വിവരിക്കാൻ പറ്റുമോ? പെസഹ എന്ന് പറയുന്നതായ ഒരു ഉത്സവം, അതിനെ ഒറ്റ വാക്കിൽ നമുക്ക് പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ഒരു ഉത്സവമല്ല. കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവാൻ വേണ്ടി ദൈവം അവസാനമായി നൽകിയതായ 10ാമത്തെ ബാധയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതൊരു ഉത്സവമായി കൊണ്ടാടുന്നത്. അന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, കടിഞ്ഞൂൽ സംഹാരം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ കടിഞ്ഞൂലുകളെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളെല്ലാവരും ഒരു നല്ല ആട്ടിൻകുട്ടിയെ, ന്യൂനതകളില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കുകയും ആ ആട്ടിൻകുട്ടിയെ അറുത്ത് അതിൻ്റെ രക്തം വീടിൻ്റെ കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടണം. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ആളുകൾക്കനുസരിച്ച് ഉള്ള ആടുകളെ തിരഞ്ഞെടുക്കണം. അവിടെയുള്ള എല്ലാ ജനവും എന്ത് ചെയ്യണം? ഇതിനെ പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകണം. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണ വലയം നിങ്ങൾക്കുണ്ടാകുകയും സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഈ കട്ടിളമേൽ രക്തം പുരട്ടപ്പെട്ടിട്ടുള്ളതായ ഭവനങ്ങളെ വിട്ടൊഴിഞ്ഞ് പോകുവാനിടയായി തീരും എന്ന് പറയുകയുണ്ടായി. പിന്നീടുള്ളതായ സമയങ്ങളിൽ അത് ഒരു ഉത്സവമായി കൊണ്ടാടുന്നത് വേദപുസ്തക ചരിത്രപ്രകാരം പറയുകയാണ് എങ്കിൽ നിസാൻ മാസം 10-ാം തീയതി, അത് ഇസ്രായേൽ മക്കൾ പുറപ്പെടുന്നതായ ദിവസം. അതിന് മുൻപറിഞ്ഞിരുന്നതായെന്ന് പറഞ്ഞാൽ അബീബ് മാസം എന്നാണ്. ഈ അബീബ് മാസം 10-ാം തീയതി അവർ ഇറങ്ങി യാത്ര പുറപ്പെടുമ്പോൾ ഓരോ കുടുംബത്തിനും അവർ ദൈവത്തിന് വേണ്ടി സാക്ഷ്യമുള്ളവരായി നിന്നതുകൊണ്ട്, അവിടെ സംഹാരം നടക്കാതെ ഇരുന്നതുകൊണ്ടും അവർക്ക് അന്ന് വലിയ ഒരു സംരക്ഷണം ലഭിച്ചു എന്നുള്ളത് കൊണ്ടും പിന്നീടുള്ളതായ സമയങ്ങളിൽ അതൊരു ഉത്സവമായിട്ട് ഇസ്രായേൽ മക്കൾ കൊണ്ടാടുന്നു. അത് ഇന്നും ലോകത്തിലെല്ലായിടവും ക്രിസ്തീയ സമൂഹവും യഹൂദന്മാർ പ്രത്യേകിച്ചും കൊണ്ടാടുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മാസപ്രകാരമാണെങ്കിൽ പറയുകയാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഇതിന് പ്രത്യേകമായ ഒരു ദിവസത്തിൽ എല്ലാ ക്രിസ്തീയ സമൂഹവും എല്ലാ യഹൂദന്മാരും ഈ ദിവസം കൊണ്ടാടുകയാണ്. ദൈവത്തിൽ നിന്ന് ലഭിച്ചതായ വലിയ ഒരു വിടുതലിൻ്റെ പ്രതീകമായി. മിസ്രൈം ദേശത്ത് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്നതിന് മുൻപായിട്ട് അനേകവിധമായ താക്കീതുകൾ ദൈവം ഇവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റുമോ? പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ ദൈവം വളരെ വ്യക്തമായിട്ട് ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈം ദേശത്ത് നിന്നും പുറപ്പെട്ടു പോകുന്നതായിട്ടുള്ള സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് അവരോട് കൽപ്പിച്ച് കൊടുക്കുന്നതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവം അവരോട് പറയുകയാണ്, നിങ്ങളുടെ അയൽവക്കക്കാരിൽ നിന്നും നിങ്ങൾ പൊന്നാഭരണങ്ങൾ ചോദിച്ചു വാങ്ങണം. ദൈവം അവരോട് കൽപ്പിച്ച പ്രകാരം അവർ ആ പൊന്നാഭരണങ്ങൾ അവരോട് ചോദിച്ച് വാങ്ങി ആ ദേശത്തെ കൊള്ളയിട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവം അവരോട് ഈ സ്വർണ്ണാഭരണങ്ങൾ അവരിൽ നിന്നും വാങ്ങണം എന്ന് പറയാനിടയായ കാരണം പിൽക്കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം എപ്പോഴും മനുഷ്യനോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവിടെ മോശയോട് പറയുന്നു, ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ദൈവം വസിക്കേണ്ടുന്ന ഇടം എപ്രകാരം ഉണ്ടാക്കണമെന്ന് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും മോശ അത് വിദഗ്ധരായ ആളുകളിലൂടെ അത് ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ഉപയോഗിക്കുന്ന ഒരു ലോഹമാണ് സ്വർണം എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ മരുഭൂമിയിൽ ദൈവത്തിന് വേണ്ടി അവർ ആലയം പണിയുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അവർ ഈ മിസ്രൈം ദേശത്ത് നിന്ന് തന്നെ കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ദൈവം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ നിന്നും പോകുന്ന സമയത്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ കട്ടളമേലും കുറുമ്പടിമേലും ഒരു
ആ കുഞ്ഞാടിനെ അറുത്ത് അല്ലെങ്കിൽ ഒരു മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം, ആടിനെ അറുത്ത് അതിൻ്റെ രക്തം കുറുമ്പടിമേലും അതുപോലെ കട്ടളമേലും തളിക്കണമെന്ന് പറഞ്ഞു. ഇത് സംഹാരകൻ കാണുമ്പോൾ, 10ാമത്തെ ബാധ കടന്നു പോകുമ്പോൾ സംഹാരകൻ ഇത് കണ്ടിട്ട് ഈ ഭവനങ്ങളെ വിട്ടൊഴിയും. അതായത് മിസ്രൈമ്യർക്കും ഇസ്രയേലിയർക്കും തമ്മിൽ ഒരു വ്യത്യാസം ദൈവം അവിടെ സൃഷ്ടിക്കുന്നു. അതായത് ഈ കട്ടളയും കുറുമ്പടിയിലും ഇരിക്കുന്നതായിട്ടുള്ള രക്തം നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തെ പ്രദാനം ചെയ്യുന്നു, ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രദാനം ചെയ്യുന്നു. ആ രക്തത്തിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും വിടുതൽ. ഈ ലോകത്തിന് സകലർക്കും വിടുതൽ എന്ന് പറയുന്നത് ക്രിസ്തു കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ്. ആ രക്തം ഉള്ളതായിട്ടുള്ള ഭവനങ്ങളിൽ നിന്നും സംഹാരകൻ ഒഴിഞ്ഞു പോവുകയും ആദ്യജാതന്മാർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പാപം ചെയ്യുന്ന ഒരു പാപി രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്താലേ സാധ്യമാവുകയുള്ളൂ എന്നുള്ള പാഠം ദൈവം അവിടെ പഠിപ്പിക്കുന്നു. അതിനുശേഷം അപ്പോൾ സംഹാരകൻ കടന്നു പോകുമ്പോൾ ഈ രക്തമില്ലാത്ത ഭവനങ്ങളിലൊക്കെയും ആദ്യജാതന്മാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ വിധമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം ഇസ്രായേൽ ജനങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടതായിട്ട് ദൈവം അവരോട് കൽപ്പിച്ചത്. അതേപോലെ തന്നെ ഈ അവരെ നടത്തി കൊണ്ടുപോകുന്ന മോശയോടും അഹരോനോടും ദൈവം ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? മോശയോടും അഹരോനോടും ദൈവം പറയുന്നത് നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ജനത്തെ വേർതിരിക്കുമ്പോൾ അവരെ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ദൈവത്തിൻ്റെ വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ വേണ്ടിയാണ് ദൈവം. കാരണം ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ പറഞ്ഞു. ആ ദേശം നിങ്ങളിപ്പോൾ പാർക്കുന്ന ദേശത്തേക്കാൾ സമൃദ്ധിയുടെ അനുഭവമുള്ള ഒരു ദേശമാണ് എന്ന് പറയുന്നു. അപ്പോൾ ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ പോകുന്നതായ ദേശത്ത് അവരുടെ പൂർവ്വപിതാക്കന്മാർ അനുഭവിച്ചിരുന്നതായ അതേ ദേശമാണ്. അവിടെ എല്ലാ സമൃദ്ധിയും അവർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടതാകുന്ന എല്ലാം വാഗ്ദാനങ്ങൾ ചെയ്തതിന് ശേഷമാണ് അവരെ കൊണ്ടുപോകുന്നത്. നാമും ക്രിസ്തീയ ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ടത്, നമ്മെ വിളിക്കുന്നതായ ദൈവം വിശ്വസ്തനാണ് എന്നും ആ ദൈവം നൽകുന്നതായ ആ വാഗ്ദത്ത ദേശം നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം സമ്പൽ സമൃദ്ധമായ ഒരിടമാണ് എന്നുള്ളതായ ചിന്താഗതിയോടുകൂടി വേണം നാം ദൈവത്തോട് ഒപ്പം നടക്കുക. നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യ പ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഈ ചർച്ച നമ്മൾ തുടരുന്നു. പെസഹ എന്ന വേദപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ പെസഹയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനോടനുബന്ധിച്ച് നമുക്ക് മിസ്രൈമിൽ നടന്ന ബാധകൾ, അപ്പോൾ അവസാനത്തെ ആ ഒരു ബാധ അവിടെ സംഭവിച്ചപ്പോൾ ദൈവത്തിൻ്റെ നീതി ന്യായ വ്യവസ്ഥകളെക്കുറിച്ച്, അവസാനത്തെ ബാധ കടിഞ്ഞൂൽ സംഹാരമാണ്. സംഹാരദൂതൻ അവിടെ കടന്നു പോകുന്നു. ഒരു വശത്ത് മരണം നടക്കുന്നു, മറുവശത്ത് അവിടെ അവരെ സംരക്ഷിക്കുന്നു. ഈ കാര്യങ്ങളാണ് കാണുന്നത്. അതിനെക്കുറിച്ച് പാസ്റ്റർ പറയുക. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അതായത് ഇവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. 12-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങളിൽ അവിടെ പറയുന്നു സംഹാരകൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്: ആ ഭവനങ്ങളിൽ രക്തം അടയാളമായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ അടയാളമായിരിക്കുന്ന ഭവനങ്ങളൊക്കെയും ഈ സംഹാരകനിൽ നിന്നും ഒഴിഞ്ഞിരിക്കും. അതായത് ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്ന ആ യാഗമൃഗത്തിൻ്റെ രക്തം എരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് സംഹാരകൻ ഒഴിഞ്ഞിരിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആധികാരികമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഇവിടെ എപ്രകാരം നടമാറുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മുന്നമേ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇതിൻ്റെ വലിയൊരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം നോക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അബ്രഹാമിനോട് പറയുന്നു, നിൻ്റെ സന്തതി പരമ്പര സ്വന്തമല്ലാത്ത ദേശത്ത് 400 വർഷം അല്ലെങ്കിൽ 430 വർഷം പരദേശവാസം ചെയ്യും. അവരെ പീഡിപ്പിക്കും. ഇസ്രായേൽ ജനത്തിന് ഒരു പീഡനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഇനി ദൈവം അബ്രഹാമിന് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പ് അബ്രഹാം അവിടെ യാഗം കഴിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്ന യാഗമൃഗങ്ങളെ, അതായത് 3 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള, അല്ലെങ്കിൽ 3 വയസ്സ് കഴിഞ്ഞതായിട്ടുള്ള ഇതിനെ കൊണ്ടുവന്നിട്ട്, പറവജാതികളെ കൊണ്ടുവന്ന് അബ്രഹാം അതിനെ നടുവേ പിളർന്ന് അവയെ യാഗം കഴിക്കുന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 3 മൃഗങ്ങളെയാണ് അബ്രഹാം അവിടെ തിരഞ്ഞെടുക്കുന്നത്, 3 ജീവികളെ. അപ്പോൾ ഈ യാഗം കർത്താവ് യേശു ക്രിസ്തുവിനെ പ്രദാനം ചെയ്യുന്നു.
ഈ യാഗത്തിന് ശേഷം അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നുവെന്നും അന്ധകാരവും അന്ധതമസ്സൊക്കെയും അബ്രഹാമിനെ ബാധിച്ചുവെന്നും ആ സമയത്ത് അബ്രഹാമിന് മുന്നിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നുവെന്നും അത് കഴിഞ്ഞിട്ട് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, നിൻ്റെ സന്തതി പരമ്പര അന്യദേശത്ത് 430 വർഷം അടിമജീവിതം നയിക്കുമെന്നും. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ദൈവം മോശയെ വിളിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ നിവർത്തീകരണം അവിടെ സംഭവിക്കുന്നു. ദൈവം മുൾപടർപ്പിൽ നിന്ന് കൊണ്ട് മോശയെ വിളിക്കുന്നു. മോശയിലൂടെ ഇസ്രായേൽ ജനങ്ങൾക്കൊരു വലിയ വിടുതലിൻ്റെ അനുഭവം നൽകുന്നു. അങ്ങനെ ആ വിടുതലിൻ്റെ അനുഭവത്തിൻ്റെ സമയത്ത് അബ്രഹാം യാഗം കഴിച്ച യാഗമൃഗത്തെ പ്രദാനം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഇസ്രായേൽ ജനങ്ങളും ഒരു യാഗമൃഗത്തെ യാഗം കഴിച്ച് പെസഹ കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കുറുമ്പടിമേലും കട്ടളമേലും തളിച്ച് അവരവിടെ നിന്നും പുറപ്പെട്ടു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ക്രിസ്തുവിൻ്റെ രക്തമുള്ള ഭവനങ്ങൾക്കൊക്കെയും രക്ഷ സംഭവിക്കുന്ന, എന്നാൽ ആ ക്രിസ്തുവിൻ്റെ രക്തമില്ലാത്തതായിട്ടുള്ള ഭവനങ്ങളിലൊക്കെയും സംഹാരകൻ സംഹരിക്കുകയും ആദ്യജാതന്മാർക്കെല്ലാം മരണം സംഭവിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കാം. ഇനി ആത്മീക അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണ് എങ്കിലും നമുക്കറിയാം, പാപമംഗലമായിരിക്കുന്ന ഈ ലോകത്ത് ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ തന്നെയും വലിയൊരു വെളിച്ചം നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കാൽവരിയിൽ മരിച്ച ക്രിസ്തുവിൻ്റെ രക്തം ഉള്ള ഭവനങ്ങളൊക്കെയും അന്ത്യനാളുകളിൽ രക്ഷ പ്രാപിക്കുമെന്നും ആ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്ക്, ദൈവകൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് ഇതുപോലെ തന്നെ വലിയൊരു നാശത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്നും ഈ പാഠത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ നല്ലൊരു ഉത്തരമാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇവിടെ ദൈവം നമ്മൾ ഓരോരുത്തരെയും നടത്തുന്നു. നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ശരി, ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ശരി, ദൈവം മുൻകാലങ്ങളിൽ നടത്തിയ വിധങ്ങളെ നാം പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിലയിരുത്തിക്കൊണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ദൈവം എന്നെ നടത്തും എന്നൊരു വിശ്വാസം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും? തീർച്ചയായിട്ടും. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ നാം കൂടുതൽ മനസ്സിലാക്കുന്നതാണ് ദൈവത്തിൻ്റെ തിരുവചനം. ആ ദൈവത്തിൻ്റെ തിരുവചനത്തെ നാം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതായ സമയങ്ങളിലൊക്കെയും നമുക്ക് കാണുവാൻ സാധ്യമാകുന്നത് മനുഷ്യരാശിയുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവം എപ്പോഴും മുൻകണ്ടിരിക്കുന്ന ഒന്നാകുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായി ജീവിച്ചവരും അവരെല്ലാവരും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമാണ്. അത് ദൈവത്തിനോടൊപ്പം വസിക്കുക എന്നുള്ളത്, ദൈവമൊരുക്കുന്ന നിത്യരാജ്യത്തിൽ ദൈവത്തോടൊപ്പം വസിക്കുക എന്നുള്ളത്. അത് ഏദനിൽ ദൈവം സ്ഥാപിതമായ ആ നിത്യവാസം, അന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആദവും ഹവ്വയും ദൈവത്തോടൊപ്പമായിരുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ എത്തിച്ചേരുവാനാണ് ഇന്ന് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും കാക്ഷിക്കുകയും യത്നിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുറവുമില്ലാതെ പറയുവാൻ കഴിയും, ദൈവമൊരുക്കുന്ന നിത്യരാജ്യത്തിൽ അവകാശികളായി തീരണമെങ്കിൽ നാം ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാക്കുന്നവരായിരിക്കണം. ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകണമെങ്കിലും അതുതന്നെയാണ്. വേദപുസ്തകം തന്നെ അതല്ലേ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാകുന്ന ഒരു പുതുക്കത്തിൻ്റെ അനുഭവം അനിവാര്യമാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ പാഠത്തിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു രക്ഷാപദ്ധതിയെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകനെയാണ് ഈ കട്ടിളമേലും കുറുപടിമേലുമേൽ രക്തം പുരട്ടി ആ ജനത്തെ അന്ന് രക്ഷിച്ചുവെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ കർത്താവാകുന്ന രക്ഷകൻ ഈ ഭൂമിയിലേക്ക് വന്ന് തൻ്റെ രക്തം നൽകി വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ ആ ക്രിസ്തു ഇനിയും രണ്ടാമത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്നു എന്ന് പറയുമ്പോഴും അവിടെയും നാം കാണുന്നത് ഒരു രക്ഷാപദ്ധതിയാണ്. ഇവിടെ ഞാൻ പറയട്ടെ, എൻ്റെ മുൻകാലങ്ങളിൽ അത്ഭുതകരമായി പല രോഗാവസ്ഥകളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. അത്ഭുതകരമായി സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. പല ചതിയിൽ പെടാതെ ദൈവം എന്നെ വിടുവിച്ചിട്ടുണ്ട്. പലവിധമായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പകർന്നിട്ടുണ്ട്. ഓരോ സംഭവങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു ഊന്നൽ ഈ അനുഭവങ്ങൾ എനിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനങ്ങളുടെ ജീവിതത്തിൽ അഗ്നിസ്തംഭമായും മേഘസ്തംഭവുമായും ദിനംതോറും മന്ന ആകാശത്തിൽ നിന്നും പൊഴിയിച്ച് ദൈവം അവരെ അത്ഭുതകരമായ ദൈവം അവരെ വഴി നടത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവരെ വരും കാലങ്ങളിൽ ദൈവം അവരെ
നയിക്കുമെന്ന് നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എത്രയോ പേരുടെ ജീവിത അനുഭവങ്ങളിലൂടെ അവർക്ക് വിശ്വാസത്തിൽ പടിപടിയായി അവർ വളരുക എന്നുള്ളതെന്ന് നമുക്ക് കാണുവാനായിട്ട് നല്ലൊരു ചർച്ചയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്. നല്ലൊരു ചർച്ചയാണ്. ദൈവം നമ്മുടെ നടത്തിയ വിധങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പെസഹ എന്ന വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ പെസഹയെക്കുറിച്ച് അതിനോടനുബന്ധിച്ചുള്ള പല വിഷയങ്ങളെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പുറപ്പാട് 12-ാം അധ്യായം 17 മുതൽ 23 വരെയുള്ള ഭാഗങ്ങളിൽ രക്തച്ചൊരിച്ചിലിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസ്രായേൽ ജനങ്ങളെയും ഇസ്രായേൽ ദേശത്തു നിന്നും വിടുവിച്ചു കൊണ്ടുപോയ ഈ ദിവസത്തെ നിങ്ങൾ തലമുറയായി ഓർക്കണമെന്നും അതിനെ ഒരു ആഘോഷമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നും ദൈവം ഇസ്രായേൽ ജനങ്ങളോട് മോശയിലൂടെ കൽപ്പിക്കുന്നു. നമുക്കറിയാം, ലേവ്യ പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ ജനങ്ങൾക്ക് നിയമങ്ങളെ നൽകുമ്പോൾ ദൈവം ഇപ്രകാരം പറയുന്നു, മാംസത്തിൻ്റെ ജീവൻ അത് രക്തത്തിലാണ് ഇരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല എന്ന്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നിത്യജീവനെ വീണ്ടെടുക്കുവാൻ മറ്റൊരു രക്തം ചൊരിഞ്ഞെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈം ദേശത്തേക്ക് പോകുന്നതായിട്ടുള്ള വേളയിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തം ചിന്തിയിരിക്കുന്നത് കാണുമ്പോൾ സംഹാരകൻ അവരെ ആക്രമിക്കാതെ, അല്ലെങ്കിൽ സംഹാരകനിൽ നിന്നും രക്ഷ പ്രാപിച്ചതുപോലെ നമുക്കും രക്ഷ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ചൊരിഞ്ഞ രക്തത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാം, കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് ഗത്സമനയുടെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിന്മേൽ ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും ആക്കിയ വേളയിൽ ക്രിസ്തുവിൻ്റെ രൂപം കണ്ടാൽ ആളറിയത്തക്കതല്ലാത്ത രീതിയിൽ മാറുകയും അവിടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുകയും ചെയ്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റേതായിട്ടുള്ള ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പ്രത്യാശ നൽകുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ വചനം ഇവിടെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു, രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകണം, അല്ലെങ്കിൽ ആ ക്രിസ്തുവിലൂടെയുള്ള ആ രക്തം ചിന്തിയുള്ള വിമോചനം നമ്മളും അനുഭവിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം പറഞ്ഞത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന്. അപ്പോൾ ആ ക്രിസ്തുവിലൂടെ, ആ ക്രിസ്തു ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ് നമുക്ക് വിമോചനം. അതാണ് ഇസ്രായേൽ ജനങ്ങളോട് നിങ്ങൾ തലമുറയായി ആ ദിവസത്തെ ഓർക്കണമെന്ന് ദൈവം പറയുവാനുള്ള കാരണം. താങ്ക് യു. അപ്പം പുറപ്പാട് 12-ാം അധ്യായം 24-ാമത്തെ വാക്യത്തെക്കുറിച്ച് പാസ്റ്റർ ഒന്ന് വിവരിക്കാനായിട്ട് സാധിക്കുമോ? പുറപ്പാട് 12-ന്റെ 24-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം പറയുന്നത്, ഈ കാര്യം നീയും നിൻ്റെ പുത്രന്മാരും ഒരു നിത്യനിയമമായി ആചരിക്കണം. ആ നിത്യനിയമം യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾ എപ്പോഴും എന്തിരുന്ന തിരുനിവാസത്തിൽ ദേശത്തിൽ നിങ്ങളെത്തിയ ശേഷം നിങ്ങൾ ഈ ആചാരങ്ങളൊക്കെയും ചെയ്യണമെന്നാണ്. അതായത് ഇസ്രായേൽ മക്കളെ വിളിച്ച് വേർതിരിക്കുന്നു, ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുമ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്ന ഇടത്തും ഈ കാര്യങ്ങളൊക്കെയും നിങ്ങൾ അനുശാസിക്കുന്നവരായി തീരണമെന്നാണ്. അപ്പോൾ അവർക്ക് ഒരു മുൻകൽപ്പന എന്നോണം, അല്ലെങ്കിൽ ഒരു ഓറൽ നിയമം എന്നോണം ഈ ശുശ്രൂഷകൾ, അഥവാ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ഫെസ്റ്റിവൽസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. ഇത് നിങ്ങൾ അനുവർത്തിക്കണമെന്ന് പറഞ്ഞു, എല്ലാ ഇപ്പോഴും ഓർമ്മയ്ക്കായിട്ട്. വാസ്തവത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തെയാണ് ഇത് കാണിക്കുന്നത്. ഒരു വീണ്ടെടുക്കപ്പെട്ട ജനം അത് എന്നും നിലനിൽക്കുവാൻ, ദൈവത്തിൽ അവർ മുൻപോട്ട് മുന്നേറുവാൻ, ദൈവികമാകുന്ന അനുഭവത്തിലായി തീരുവാൻ ഇപ്രകാരമുള്ളതായ ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്നും അത് നാം പാലിക്കപ്പെടുമ്പോൾ മാത്രമേ ദൈവത്തോട് നമുക്കൊരു ഈടാർന്ന ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ സാധ്യമാകുകയുള്ളൂ എന്നും ഈ വേദഭാഗം നമ്മെ വളരെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. നാം പോകുന്ന ദേശത്ത് നമ്മൾ എവിടെയായിരുന്നാലും അവിടെയൊക്കെയും ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. നമ്മൾ നോക്കുമ്പോൾ ഈ മിസ്രൈമിൽ ഈ സംഹാരം ഉണ്ടായപ്പോൾ, ദൂതൻ കടന്നുപോയപ്പോൾ മിസ്രൈമിലുള്ളതായ ആദിജാതന്മാരെ അവിടെ
അല്ലെങ്കിൽ കടിഞ്ഞൂലുകളെ അവിടെ സംഹരിക്കുന്നതായ ഒരു അനുഭവമാണ്. എന്തുകൊണ്ടാണ് ആ കടിഞ്ഞൂലുകളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം അവിടെ അരങ്ങേറിയത്? ഇവിടെ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ടോ? ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. പക്ഷേ അതുപോലെ തന്നെ ദൈവം ന്യായം വിധിക്കുന്നതായിട്ടുള്ളൊരു ദൈവവുമാണ്. ഈ മിസ്രൈം ദേശത്ത് ദൈവം ന്യായം വിധിക്കുന്നതായിട്ടുള്ള വേളയിൽ അവർ ഇസ്രായേൽ ജനങ്ങളെ അവിടെ നിന്നും വിട്ടയക്കാനാണ് മടി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഇങ്ങനെ ആദ്യജാതന്മാരുടെ ഇടയിൽ ഒരു സംഹാരം ചെയ്യുന്നതായിട്ടുള്ള വേളയിൽ അവർ മനസ്സുമെടുത്തുകൊണ്ട് പറയും, ഇസ്രായേൽ ജനങ്ങളെ വിട്ടയക്കുക എന്ന് തീർച്ചയായിട്ടും അവർ പറയും. അപ്പോൾ ഇത് ദൈവിക പദ്ധതിയുടെ ഒരു ന്യായവിധി നടത്തുന്നതായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ ഇസ്രായേൽ ജനങ്ങളെ ഫറവോൻ ചെയ്യുന്നതായിട്ടുള്ള കാര്യം ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാനാണ് ഫറവോൻ പറയുന്നത്. അവരെ കൊന്നൊടുക്കുന്ന വേളയിൽ അവരവിടെ അതിനെ എന്തു പറയുക, ബർത്ത് നിർത്തുക, അല്ലെങ്കിൽ അവരുടെ തലമുറയെ ശേഷിപ്പിക്കാതിരിക്കാനുള്ള ഒരു സംഭവ വികാസമാണ് അവിടെ ഫറവോൻ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. മോശയെ കൊല്ലുവാൻ ശ്രമിക്കുന്നതിലൂടെയും അതാണ് ഫറവോൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ഫറവോൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി പിശാച് ഇതിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പ്രവചനത്തിൽ പറയുന്നു, യാക്കോബിൻ്റെ സന്തതി പരമ്പരയിലൂടെ അല്ലെങ്കിൽ ഇശായിയുടെ വേരിൽ നിന്നും അതുപോലെ ദാവീദിൻ്റെ വംശാവലിയിലാണ് വാക്തത്വ മശിഹ ജനിക്കേണ്ടത്. അതിന് ഇസ്രായേൽ ജനം ഇവിടെ നിന്നും അടിമജീവിതം കഴിഞ്ഞ് പോയാലേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ അവരുടെ തലമുറ നഷ്ടപ്പെട്ടു പോയാൽ വാക്തത്വ മശിഹ എങ്ങനെ ഭൂമിയിലേക്ക് വരും? അതിന് പിശാച് മോശയിലൂടെ കൊണ്ടുവരുന്നതായിട്ടുള്ളൊരു വലിയ തന്ത്രമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെ പറയുന്നു, പ്രതികാരം യഹോവയ്ക്കുള്ളതാണ് എന്ന്. അങ്ങനെ ഇസ്രായേൽ ജനങ്ങളെ നശിപ്പിക്കുവാൻ ശ്രമിച്ച മിസ്രൈമിന് എന്താണ് ദൈവിക പദ്ധതി എന്ന് ദൈവം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏകജാതനായിരിക്കുന്ന പുത്രൻ്റെ ജനനം എപ്രകാരമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ദൈവം കാണിക്കുന്ന ഒരു മാർഗം കൂടിയാണ് ഇത്. ശരി, നല്ലൊരു ചർച്ചയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് സാർ ചുരുക്കമായി പ്രാർത്ഥിക്കുക. നല്ലവനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് അടിയങ്ങൾ പഠിച്ചതായ പാഠം അത് അടിയങ്ങളുടെ ഓരോരുത്തരുടെയും കേൾവിക്കാരായ ഓരോ മക്കളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവം ഇടപെടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. സകലം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന് വളരെ നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നന്ദി. പ്രേക്ഷകരെ, വളരെ നല്ല ആശയങ്ങൾ, ജീവിതത്തിൽ രക്തച്ചൊരിച്ചിലില്ലാതെ പാപക്ഷമാപണം ഇല്ല എന്ന് കർത്താവിൻ്റെ തിരുരക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടുന്നു എന്നുള്ളതായ അനേക ആശയങ്ങൾ നമ്മൾ പഠിച്ചു. നന്ദി, നമസ്കാരം.